പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീഡിയ മുഖാന്തരം വീണ്ടും നിങ്ങളെ കാണുവാൻ ദൈവം സഹായിച്ചതിന് ഓർത്തിന് ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ഏകദേശം 1.5 മാസത്തോളം വീഡിയോകൾ ചെയ്യുവാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന വിഷയം, പ്രതികൂല സാഹചര്യങ്ങളിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ധൈര്യം പ്രാപിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ചില 2-3 വിഷയങ്ങളെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി ഇതിന്റെ വാക്കുകൾ വിരാമം കുറിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. അതിന് ആധാരമായിട്ട് ചില അഭിഷിക്തന്മാരെ വേദപുസ്തകത്തിൽ നിന്നും പരിചയപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ജോഷുവ, ദാവീദ്, എസ്തർ, നെഹമ്യാവ് ഇവരൊക്കെയും അവരുടെ ജീവിതങ്ങളിൽ നേരിട്ടതായ പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവം അവർക്ക് നൽകിക്കൊടുത്തതായ ധൈര്യത്തെ നമുക്ക് കേട്ടറിയുവാനും വായിച്ചറിയുവാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഏകദേശം 5 കാര്യങ്ങളാണ് പറയപ്പെടുന്നത്. ഈ 5 കാര്യങ്ങളെ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. ഒന്നാമത്, ദൈവത്തിനായിട്ട് സമർപ്പിക്കുക. ദൈവത്തിനായിട്ട് സമർപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവികമാകുന്ന ഒരു ധൈര്യം ലഭിക്കുവാനിടയാകും എന്നത് സത്യമായ ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനായിട്ട് സമർപ്പിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ധൈര്യത്തോടുകൂടെ കാര്യങ്ങൾ ക്രമീകരിക്കുവാനായി കഴിയത്തില്ല. അവൻ ക്ഷീണിച്ചു പോകുവാനായിട്ടിടയാകും. അവന്റെ ജീവിതത്തിൽ ഭയം ഉണ്ടാകുവാനായിട്ടിടയാകും. കാരണം ദൈവത്തിനായിട്ട് ഒരു വ്യക്തി സമർപ്പിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത്, അവന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ദൈവമാണ് വഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവത്തിനു വേണ്ടി സമർപ്പിക്കണം എന്ന് പറയുന്നത്. അതിനാധാരമായിട്ട് ഫിലിപ്പിയരുടെ ലേഖന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ വായിക്കും. ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ യുദ്ധങ്ങളും ക്ഷാമങ്ങളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും നമുക്കറിയാം. ഒരു കൊച്ചു കുട്ടി വരെ കൊലപാതകം ചെയ്യാൻ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുവാൻ യാതൊരു മടിയും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ലോകം മാറിയിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള ശിക്ഷാ നടപടികൾ ഒക്കെ ഈ ലോകത്തിനകത്തുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ വളരെ ദൈനികമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ വാഴുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിനകത്ത് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ധൈര്യത്തോടുകൂടെ ജീവിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? അതിനു വേണ്ടിയുള്ള ചില ഭാഗങ്ങളാണ്. ഒന്നാമത് ഞാൻ പറഞ്ഞത്, ദൈവത്തിനായിട്ട് നമ്മൾ സമർപ്പിക്കുക. ദൈവത്തിനായിട്ട് നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ എത്ര പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എഴുന്നേറ്റാലും അതിന്റെ മധ്യത്തിൽ നമുക്ക് ജയം പ്രാപിക്കുവാനായിട്ട് കഴിയും എന്നത് വലിയൊരു സത്യമായ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം പറയുന്നത്, തിരുവെഴുത്തുകളിൽ മധ്യസ്ഥത വഹിക്കുക. തിരുവെഴുത്തുകളിൽ മധ്യസ്ഥത നമ്മൾ വഹിക്കണം. എങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ ഒരു പ്രത്യേകത നമുക്കുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലർക്കും തിരുവെഴുത്തുകളെ വായിച്ചു വിടാനുള്ള വെപ്രാളമാണ്. പക്ഷെ തിരുവെഴുത്തുകളെ കുറിച്ച് നമ്മൾ സാവധാനത്തിൽ അത് വായിച്ച് പഠിക്കാൻ തയ്യാറാകുമെങ്കിൽ ആ തിരുവെഴുത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് ശക്തി പകരുവാനായിട്ടിടയാകും. പ്രൈസ് ദി ലോർഡ്. അടുത്ത വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, കൂട്ടായ്മ കണ്ടെത്തുക. കൂട്ടായ്മ നമുക്ക് ഉണ്ടാക്കണം. ഒരു ദൈവവുമായിട്ടൊരു കൂട്ടായ്മ. അതിനാധാരമായിട്ട് 2 തിമോഥെയോസ് എഴുതിയ ലേഖന പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാകണം. കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ധൈര്യമുണ്ടാകും. എന്തിനാണ് ഈ കൂട്ടായ്മ ആചരിക്കണമെന്ന് പറയാൻ കാരണം, കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കുറെ വ്യക്തികൾ നമുക്കുണ്ടാകും. കൂട്ടായ്മ നമുക്കില്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോരാടേണ്ടി വരും. നമുക്കൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ, കൂട്ടായിട്ട് അവരുടെ പ്രാർത്ഥന നമ്മുടെ പിന്നിലുണ്ടെങ്കിൽ നമുക്ക് വിജയം കൈവരിക്കുവാനായിട്ട് കഴിയുമെന്നുള്ളത് സത്യമായ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതിന് ഒത്തിരി കാര്യങ്ങൾ വേദപുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. എങ്കിലും ഞാൻ ആ ഭാഗങ്ങളിൽ എടുക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. കാരണം ടൈം നമുക്ക് അനുവാദിക്കുമല്ലോ. ബലിപീഠം
പുനർനിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ആരാധന, നമ്മുടെ ജീവിതത്തിൽ ആരാധനയെ ഒന്ന് പുനരാരംഭിക്കണം എന്ന് പറഞ്ഞാൽ ആരാധന ഒന്ന് ക്രമപ്പെടുത്തണം. ആരാധിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന മാറ്റം ഒന്ന്, അവരുടെ ടെൻഷൻ മാറും. പ്രൈസ് ദി ലോർഡ്. ആരാധന എന്ന് പറയുന്നത് ആരാധിക്കുന്ന വ്യക്തികളെ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല. ആരാധിക്കുക എന്ന് പറയുന്നത് കൈകൊട്ടി ശബ്ദം പ്രകടിപ്പിക്കുന്നത്, അതിനെയല്ല ആരാധന എന്ന് പറയുന്നത്. ആരാധന എന്ന് പറയുന്നത് നാമും ദൈവവുമായിട്ടൊരു ബന്ധത്തിലായിരിക്കുമ്പോൾ നമ്മ സ്ഥലം മറന്ന് പോകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകും. അത് ചിലപ്പോൾ നമ്മൾ കൈയടിക്കും, ചിലപ്പോൾ തുള്ളിച്ചാടി ആരാധിക്കും. അതൊക്കെ ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ നിന്ന് കരയുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെ ആരാധനയുടെ ഭാഗം. അപ്പോൾ ആരാധന നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് നിന്നും ടെൻഷൻ നമ്മുടെ ജീവിതത്തിൽ മാറും. ടെൻഷൻ നമ്മളെ വിട്ട് മാറിയാൽ നമ്മൾ കൂടുതൽ ധൈര്യപ്പെടുവാനായിട്ടിടയാകും, കൂടുതൽ ബലശാലിയാകുവാനായിട്ടിടയാകും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആരാധന നിർബന്ധമാണ്. ഇന്ന് ഒരു സഭകളിലും ആരാധിക്കുവാനുള്ള സമയങ്ങൾ അവർ അനുവദിക്കുന്നില്ല. ഓടി വരുന്നു, എന്തോ പറയുന്നു, 2-3 കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് ക്ലോസ് ചെയ്തു പോവുകയാണ്. ഇന്ന് ആരാധിക്കുവാൻ ജനത്തിന് താല്പര്യമില്ല. അതുകൊണ്ട് വീട്ടിനകത്ത് പോലും ഡിവോഴ്സ്, അതുപോലെ മറ്റുള്ള പലവിധമാകുന്ന ഹീനമാകുന്ന സംഭവങ്ങൾ ലോകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഭയ്ക്കകത്ത് ആരാധിക്കുവാനൊരു മനസ്സ്, ആരാധിക്കുവാനൊരു താല്പര്യം നമുക്കുണ്ടെങ്കിൽ ഈ പ്രതികൂലമായിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയുമെന്നത് സത്യമായ കാര്യമാണ്. അതുകൊണ്ട് ഏകദേശം 3 കാര്യങ്ങൾ പറയുവാനായിട്ടിടയായി. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രൈസ് ദി ലോർഡ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ, 1 ദൈവത്തിനായി സമർപ്പിക്കുക, 2 തിരുവെഴുത്തുകളിൽ മധ്യസ്ഥത വഹിക്കുക, 3 കൂട്ടായ്മ കണ്ടെത്തുക, 4 ബലിപീഠത്തിൽ പുനരാരംഭിക്കുക എന്ന് പറഞ്ഞ ബലിപീഠത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുവാൻ തയ്യാറാകുക. പ്രൈസ് ദി ലോർഡ്. ആരാധിക്കുവാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വവും വെളിപ്പെടുവാനായിട്ടിടയാകും. ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമോ? എത്ര പ്രതികൂലമായിരുന്ന സാഹചര്യം നമ്മുടെ നമുക്ക് നിശ്ചയമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വലിയൊരു വിജയം കണ്ടെത്തുവാൻ കഴിയും. ഇല്ല എങ്കിൽ നമ്മൾ ക്ഷീണിച്ചു പോകുവാനിടയാകും. നമ്മൾ ഭയപ്പെട്ടു പോകും. അയ്യോ, ഈ പ്രതികൂലത്തിൽ എനിക്ക് എങ്ങനെ ജീവിക്കുവാൻ കഴിയും എന്ന ചിന്ത നമ്മെ തകർക്കുവാനായിട്ടിടയാകും. അങ്ങനെ ഒരു ചിന്ത വരാതിരിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുക. നിശ്ചയമായിട്ടും നിങ്ങൾക്കും ഈ ലോകത്തിനകത്ത് ധീരതയോടുകൂടെ ജീവിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് വിരാമം കുറിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ.